ബഹുമാന്യരായ സജയ് സാർ, ജോർജ് സാർ, ജോണച്ച, പ്രദീപച്ച, ഗുരുജനങ്ങളെ, സുഹൃത്തുക്കളെ, ഒന്ന് രണ്ട് പ്രാരംഭ പരാമർശങ്ങൾ കൊണ്ട് തുടങ്ങിക്കോട്ടെ. കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഞാൻ കോഴിക്കോടുണ്ടെങ്കിൽ ചവറ സെൻട്രൽ എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും ഞാൻ വരാറുണ്ട്. പലപ്പോഴും പുറകെ വന്നിരുന്നിട്ട് ഓടിപ്പോവും, കേട്ടിട്ട് പോവും. അതിനുള്ള ഒരു പ്രധാന കാരണം ബൗദ്ധിക തലത്തിൽ സമകാലീന സാഹചര്യത്തെപ്പറ്റി ചിന്തിക്കാനും ചോദ്യം ചെയ്യാനും ഒരു അവസരം തരികയാണ്. ഇതൊരു മത അടിസ്ഥാന ഒരു ഫെയ്ത്ത് ബേസ്ഡ് ഓർഗനൈസേഷൻ ആണെന്ന് അറിയുമ്പോഴും അതിനതീതമായിട്ട് ചിന്തിക്കാനും അതിനതീതമായിട്ട് ജനങ്ങളെ കൊണ്ടുവരാനായിട്ടും ഉള്ള വലിയൊരു ഒരു യജ്ഞം ഇവിടെ നടക്കുന്നുണ്ട്. പള്ളി 50 മീറ്റർ ഇല്ല, ഇപ്പോൾ 25-30 മീറ്ററേ ഉള്ളൂ. പള്ളീൻ്റെ തൊട്ടടുത്ത് തന്നെ വരുന്ന പള്ളിക്ക് അതീതമായൊരു ചിന്തയും പള്ളിയെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളൊരു ചിന്തയും എനിക്ക് പലപ്പോഴും ഒരു സ്വപ്നം തോന്നിയിട്ടുണ്ട്. നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളും, പള്ളികളും, മുസ്ലിം പള്ളികളും അമ്പലങ്ങളും ഇതേപോലെ പ്രാർത്ഥിച്ചിട്ട് ഒരു 25 മീറ്റർ മാറിയിരുന്ന് ബഹുസ്വരതയെ ആസ്വദിച്ച് ചിന്തിച്ച് പ്രവർത്തിക്കുന്ന ഇടങ്ങളായി മാറിയിരുന്നെങ്കിൽ. അതുകൊണ്ട് ഒത്തിരി 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 നന്ദിയുണ്ട്. ചവറ സെൻ്ററിലൂടെ ചെയ്യുന്നത് വലിയൊരു പ്രവർത്തനമാണ് ഞാൻ കരുതുന്നു. എൻ്റെയും ഒരു സ്വപ്നമാണ് അങ്ങനെയുള്ള കൊച്ചു കൊച്ചു ഗ്രൂപ്പുകൾ ഉണ്ടാക്കുക എന്നുള്ളത്. ജോണച്ചനെ പറ്റി ഞാൻ ഒരു പരാമർശം നടത്തിയാൽ അദ്ദേഹത്തിന് എംബാരസ്മെൻ്റ് ആണെന്ന് എനിക്കറിയാം. പക്ഷെ അദ്ദേഹം ഒരു സ്കൂളിൻ്റെ അഡ്മിനിസ്ട്രേറ്ററാണ്, അദ്ദേഹം എഴുത്തുകാരനാണ്, അദ്ദേഹം ഈ ചാവറ സെൻ്ററിൻ്റെ ഡയറക്ടറാണ്, ആസ്വാദകനാണ്. കഴിഞ്ഞ 3 വർഷം എന്നെ നല്ല പുസ്തകങ്ങൾ വായിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രചോദനം ജോണച്ചനായിരുന്നു. ഞാൻ ചെല്ലുമ്പോൾ ഒരു പുസ്തകം എടുത്ത് കൈത്തരും. അതും പലപ്പോഴും ജെസ്വിറ്റ്സിനെ പറ്റിയുള്ള പുസ്തകങ്ങൾ പോലും എനിക്ക് എടുത്തു തന്നിട്ടുണ്ട്. ഒത്തിരി നന്ദിയുണ്ട് ജോണച്ച. ഐ വിൽ മിസ് യു. അതിൽ ഒത്തിരി നന്ദിയുണ്ട്. എനിക്കൊരു മുൻകൂർ ജാമ്യം കൂടെ വേണം. പ്രത്യേകിച്ച് സജയ് സാറിനെ കേട്ട് കഴിഞ്ഞുകൊണ്ട് ഞാൻ വായിച്ചിട്ട് പ്രതികരിക്കുകയാണ്, സാറ് പഠിച്ചിട്ട് പ്രതികരിക്കുകയാണ്. ഇതിനൊന്നും വലിയ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് അല്പം ഒരു ഉപരിപ്ലവത കണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. പക്ഷെ ഞാൻ എൻ്റെ പരാമർശങ്ങൾ ഈ നോട്ടീസിൽ സൂചിപ്പിച്ചതുപോലെ ഒരു സാമൂഹ്യ ശാസ്ത്രത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. അപ്പോൾ ഞാൻ ഇന്നലെ പി ടി മാത്യുവിനോട് ഇന്ന് രാവിലെ സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, നമുക്ക് എങ്ങനെ ഈ സാമൂഹ്യ ശാസ്ത്രത്തിൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് ഞാൻ ചോദിച്ചപ്പം ആദ്യത്തെ എൻ്റെ മനസ്സിൽ വന്ന ഒരു കാര്യം ഇതാണ്: യാഥാർത്ഥ്യങ്ങളെ സമഗ്രമായിട്ട് കാണുക എന്നുള്ളത്. സോഷ്യൽ, എക്കണോമിക്, പൊളിറ്റിക്കൽ, കൾച്ചറൽ. അപ്പോൾ ഏതൊരു യാഥാർത്ഥ്യത്തെ എടുക്കുകയും അതിൻ്റെ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ, സാംസ്കാരിക തലങ്ങളിൽ നിന്ന് നോക്കാനും പഠിക്കുന്ന, സമഗ്രമായിട്ട് പഠിക്കുക എന്നുള്ള ഒന്നാണ്. രണ്ടാമത്തത്, ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു സോഷ്യൽ ഡൈനാമിക്സ് ഉണ്ട്. വ്യക്തികൾ തമ്മിൽ, സ്ഥാപനങ്ങൾ തമ്മിൽ, പ്രക്രിയകൾ തമ്മിൽ ഇടപെടുന്ന ഒരു സങ്കീർണതയുണ്ട്. അതിന് വിളിച്ച് നോക്കുക എന്നുള്ളത്. രണ്ടാമത്തത്, വളരെ ക്രിട്ടിക്കലായിട്ട് സയൻറ്റിഫിക്കായിട്ട് നോക്കുക എന്നുള്ളതാണ്. നമ്മൾ കാണുന്നതല്ല യഥാർത്ഥം എന്ന് തിരിച്ചറിയുന്നത് വലിയൊരു കാര്യമാണ്. ഇന്ന് ചിലരെങ്കിലും ഒരു സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു കാർട്ടൂൺ കണ്ടു കാണും. ഒരു കൊച്ചു പയ്യൻ, പട്ടിണിക്കാരൻ, ആഫ്രിക്കക്കാരൻ നിലത്തിരുന്ന് ടാപ്പിൻ്റെ ഇടയിൽ വെള്ളമില്ലാതിരിക്കുന്നു. വലിയ കോട്ടും സൂട്ടും ഇട്ട ഒരാളുടെ ഒരു പൈപ്പ് ഇങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നു. എന്നിട്ട് എഴുതിയിരിക്കുന്നു, പോവർട്ടി ഈസ് മാൻ മെയ്ഡ്. പോവർട്ടി ഈസ് മാൻ മെയ്ഡ്. സാധാരണ കണ്ണുകൾ കൊണ്ട് നോക്കിയാൽ ദാരിദ്ര്യം എന്ന് പറയുന്നത് മാൻമെയ്ഡ് അല്ല. അത് അവൻ ദാരിദ്ര്യവാസി ആയതാണ്. അപ്പോൾ കാണുന്ന യാഥാർത്ഥ്യത്തിൻ്റെ അപ്പുറം ക്രിട്ടിക്കലായിട്ട് കാണാൻ സാധിക്കുക എന്നുള്ളത്. മൂന്നാമത്തെ ഒരു സ്വഭാവം സോഷ്യൽ സയൻറ്റിസ്റ്റ് നോക്കേണ്ടത് പ്രാക്സിസ് ഓറിയൻറ്റഡ് ആണ്. വെറുതെ പറഞ്ഞിട്ട് പോകാനായിട്ടല്ല, പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു പ്രവർത്തനത്തിലേക്ക് നീങ്ങണം. അപ്പോൾ എൻ്റെ ഈ അവതരണത്തിലും അവസാനം ഞാൻ പറഞ്ഞു നിൽക്കാൻ പോകുന്നത്, എന്താണ് ഈ പുസ്തകത്തിൻ്റെ വായന നമ്മളെ എവിടെ എത്തിക്കണം എന്നുകൂടി പറഞ്ഞു നിർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. സജയ് സാറിൻ്റെ മനോഹരമായ, വളരെ ഹൃദ്യമായ ഈ അവതരണം എനിക്ക് എളുപ്പമാക്കി. കാരണം അതിൽ നിന്ന് എനിക്ക് മുന്നോട്ട് പോകാം. ആദ്യത്തെ ഒരു ഉൾക്കാഴ്ച കൊണ്ട് ഞാൻ തുടങ്ങുകയാണ്. അത് ഈ പുസ്തകം തന്നെ പറയുന്നതാണ്. അൾട്ടിമേറ്റ്ലി ദ റൈസ് ആൻഡ് ഫോൾ ഓഫ് ആഡം ആൻഡ് ഈവ് allows us a new understanding of ourselves. നമ്മളെ പറ്റി തന്നെ അവബോധം ഉണ്ടാകാനായിട്ടും നമ്മളൊരു മാറ്റം വരാൻ ഈ കഥ സഹായിക്കും. അതിനകത്ത് ഏറ്റവും വലിയൊരു ഉൾക്കാഴ്ച ഇതാണ്: ഹ്യൂമൻസ് ക്യാൻ നോട്ട് ലിവ് വിതൗട്ട് സ്റ്റോറീസ്. കഥകളില്ലാതെ നമുക്ക് ജീവിക്കാനാവില്ല. കഥകളാണ് മനുഷ്യൻ ജീവിതത്തിൻ്റെ ഉറവിടവും ലക്ഷ്യവും നൂറ്റാണ്ടുകളായിട്ട് നിർവചിക്കുന്നത്. സജയ് സാർ ആവർത്തിച്ച് പറഞ്ഞതുപോലെ, മനുഷ്യൻ്റെ
കാതലായ പ്രശ്നങ്ങളെ, ജനനം, മരണം, പാപം, പ്രലോഭനം, ഇതിനെയൊക്കെ നിർവചിക്കാനും അതിനെയൊക്കെ മനസ്സിലാക്കാനും ജീവിത ശൈലിയിൽ മാറ്റം വരുത്താനും പ്രചോദനമായ വലിയൊരു കഥയായിട്ട് ഇത് മാറുകയാണ്. ഈ പുസ്തകത്തിൻ്റെ എഴുത്തിലെ കലയും തത്വശാസ്ത്രവും ശാസ്ത്രവും എല്ലാം കൂടിച്ചേർന്നു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ആദത്തിൻ്റെ ഹവ്വയുടെയും കഥ സ്വീകരിക്കുന്ന ഒരു പാരമ്പര്യം നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. പക്ഷേ അവിടെ ഈ കഥകൾ ഒത്തിരി മാറ്റപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, ഗിൽമേഷിൻ്റെ ആദിമ കഥയിൽ നിന്നാണ് ഒരുപക്ഷെ ജനസിസ് എഴുതപ്പെട്ടിരിക്കുന്നതെന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. ഗിൽമേഷിൽ അവിടെ കൂട്ടുകാരൻ സ്ത്രീയല്ല, ഒരു പുരുഷനാണ്. ഇറ്റ് വാസ് എ മെയിൽ ഫ്രണ്ട്. അവർ കൈകൾ ഒന്നിച്ചു പിടിച്ചു. ഒരു പക്ഷേ ഒരു ബ്രദർ ഇൻ ആമായിരുന്നു. ആ കഥയെ നമ്മൾ പുനരാവർത്തനം ചെയ്തിട്ടാണ് ഇപ്പോഴും നമ്മൾ ഈ കഥകൾ പുനരാവർത്തനം ചെയ്തില്ല. ഞാൻ പണ്ടെങ്കിലും കേട്ടുവെച്ചൊരു കഥയുണ്ട്. അതായത് ഈ ആദവും ഹവ്വയും സൃഷ്ടിച്ച, ഈ ജനസിൽ സൃഷ്ടിച്ച പോലെ, അപ്പം ഈ ഓപ്പറേഷനൊക്കെ നടത്തി വാരിയിലെടുത്തപ്പോഴത്തേനും ഉച്ചയായി, ദൈവത്തിന് ക്ഷീണമായി. ദൈവം ഒരു ഏഞ്ചൽ മാലാഖയെ ഏൽപ്പിച്ച്, ഈ വാരിയിൽ ഏൽപ്പിച്ചിട്ട് ദൈവം സിയസ്റ്റ എടുക്കാൻ പോയി, ഉച്ചയ്ക്ക് ഉറങ്ങാൻ പോയി. ആ ഉറങ്ങിയ നേരത്ത് നല്ല ചൂടായിരുന്നു, ചെറിയൊരു ചൂടൊക്കെ ആയിരുന്നു. അതുകൊണ്ട് മാലാഖ ഉറങ്ങിപ്പോയി. അപ്പോൾ ഒരു കുട്ടിക്കുരങ്ങൻ ഓടി വന്നിട്ട് ഈ വാരിയിലെടുത്തുകൊണ്ട് ഓടി. അപ്പോൾ മാലാഖ പുറകെ ഓടി. അപ്പോൾ ഇങ്ങനെ ഓടി അപ്പോൾ ദൈവത്തിൻ്റെ മെതിയടി ഓൾറെഡി ഇപ്പോഴേ കേൾക്കാം മാലാഖയ്ക്ക്. ഉള്ളിൽ ആശങ്കയായി. അപ്പോൾ പുറകെ ഓടി. നമ്മുടെ പിശാചാണെങ്കിൽ അതിലും വലിയ കുട്ടി പിശാച് നല്ല സ്പീഡുകാരനാണ്. അവസാനം ഗതികെട്ട് മാലാഖ ഒരൊറ്റ ചാട്ടം ചാടി പിടികിട്ടത് കുട്ടിച്ചെറുത്താൻ്റെ വാല. ആ വാലിങ്ങ് പറഞ്ഞു പോകുന്നു. വാരിയെല്ലാം കൊണ്ട് പിശാച് പോയി. അപ്പം ദൈവം ഇതാ എടുത്തു കഴിഞ്ഞു. അപ്പം ഞാൻ കേട്ട കഥ പറയുന്നത്, മാലാഖ എന്ത് ചെയ്ത് ഇടത്തും വലത്തും നോക്കിയിട്ട് ആ തൊലി അങ്ങ് ഉരിഞ്ഞിട്ട് മുറിച്ചിട്ട് ദൈവത്തിൻ്റെ അടുത്ത് കൊടുത്തു. ദൈവം അപ്പം എന്താണ് വെച്ചിരിക്കുന്നത്? പിശാചിൻ്റെ വാല്. സ്ത്രീയെ അധപ്പതിച്ച് കാണുന്ന, ആ സ്ത്രീയെ താഴ്ത്തി കാണുന്ന ഒരു കഥ. അപ്പോൾ നിരന്തരമായിട്ട് നമ്മൾ ഈ കഥ പറയുകയും അതിലൊരു പക്ഷേ ഏറ്റവും ശക്തമായിട്ട് നേരിടാൻ ശ്രമിക്കുന്നത് ഷെയിം എന്നുള്ളൊരു വികാരമാണ്. ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന നമ്മളോട് തന്നെ ചോദിച്ചാൽ മതി, ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും പരാജയപ്പെടുന്നതും ഏറ്റവും സംഘർഷം അനുഭവിക്കുന്നതും എൻ്റെ ഷെയിം എങ്ങനെ, എൻ്റെ ജീവിതത്തിലെ നാണക്കേടുകൾ, ലജ്ജയെ ഞാൻ എങ്ങനെ നേരിടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ കഥകൾ പറയുക എന്നതും കഥകൾ പുനരാവർത്തനം ചെയ്യുക എന്നുള്ളതും മനുഷ്യ ജീവിതത്തിൽ ഇതാണ്. ശാസ്ത്രം പോലും വേറൊരു കഥയാണ്. ആ കഥയെ എങ്ങനെ സ്വീകരിക്കാം? ഈ കഥകൾ ചെയ്യുന്ന എന്താണ്? കഥകൾ നമ്മളെ ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കും. ആ തീരുമാനം നമ്മളെ പ്രവർത്തനത്തിലേക്ക് നയിക്കും. അടിസ്ഥാനപരമായിട്ട് കഥകൾ നമ്മുടെ മനുഷ്യൻ്റെ ആഴത്തിലൂന്നിയ വിശ്വാസത്തെയും ജീവിത രീതികളെയും മാറ്റാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ സമകാലീന ചരിത്രത്തിലേക്ക് വരികയാണ്. കഥകൾ മാറ്റി പറയാനുള്ള വലിയൊരു യജ്ഞം ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. കഥകൾ മാറ്റി പറയാന്നുള്ളത്. കാരണം പഴയ കഥകൾ പറഞ്ഞാൽ പഴയ അർത്ഥങ്ങളാണ്, പഴയ മൂല്യങ്ങളാണ്. കഥകൾ മാറ്റി പറയാന്നുള്ളത്. ഞാൻ വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കലി കോൺട്രവേഴ്ഷ്യൽ അല്ലാത്തൊന്നൊരു ഉദാഹരണം പറയാം. ഒരു കഥ നമ്മൾ പറയുന്ന വികസനത്തെപ്പറ്റി നമ്മൾ പറയുന്നൊരു കഥ. കഴിഞ്ഞൊരു 5-6 നൂറ്റാണ്ടായിട്ട് നമ്മൾ പറയുന്നൊരു കഥയുണ്ട്, ട്രിക്കിൾ ഡൗൺ. നാട് വികസിച്ചാൽ മതി, അത് ട്രിക്കിൾ ഡൗൺ ചെയ്തു വരുന്നു. സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ, എന്നെപ്പോലെ സാമൂഹ്യശാസ്ത്രം പഠിപ്പിക്കുന്നവർ കാലാകാലങ്ങളായി പഠിപ്പിച്ചൊരിതാണ്, നാട് വികസിക്കട്ടെ, അത് ട്രിക്കിൾ ഡൗൺ ചെയ്യും, അത് എല്ലാവരും വികസിക്കും. അതുകൊണ്ട് വികസനമാകട്ടെ എന്നുള്ളത്. ഇന്ന് നമുക്കറിയാം, ഓക്സ്ഫാമിൻ്റെ 2018 റിസൾട്ടിൽ വിശകലനത്തിൽ നമുക്കറിയാം, ഇന്ത്യയെ പോലെ ഒരു രാജ്യത്ത് 30% വരുന്ന ധനികർ 10% വരുന്ന ധനികർ 30% വളർന്നപ്പം താഴെ കിടക്കുന്നവരെ വെറും 10% വളർന്നുള്ളൂ. ഇന്ന് ഇന്ത്യയിൽ 131 ബില്യണേഴ്സ് ഉണ്ട്. പട്ടിണി കിടക്കുന്നവരുടെ എണ്ണം 136 മില്യനാണ്. നമ്മൾ പറയുന്ന ഒരു കഥയാണ്. വേറൊരു കഥ ഇതാണ്, കറപ്ഷൻ ഈസ് ദ ബിഗ്ഗസ്റ്റ് പ്രോബ്ലം. അഴിമതിയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ അഴിമതി മാറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം തീരും എന്നുള്ളത്. ലോകം സൃഷ്ടിച്ച കാലം തൊട്ടേ അഴിമതിയുണ്ട്. അഴിമതി ഒന്നും തീരാനും പോകുന്നില്ല. പക്ഷെ അഴിമതിയാണോ യഥാർത്ഥ പ്രശ്നമെന്ന്
അഴിമതി മാറ്റണ്ടെന്നോ അല്ലെങ്കിൽ അഴിമതിയെ നേരിടണ്ടെന്നോ സൂചനയല്ല. പക്ഷേ അഴിമതിയാണോ ഏറ്റവും വലിയ പ്രശ്നമെന്ന് നമ്മൾ ആ കഥ നമ്മൾ ചോദ്യം ചെയ്യണം. അപ്പോൾ ഒരു കാര്യം, ഈ ആദം ആൻഡ് ഈവിൻ്റെ കഥയിൽ വന്ന പരിണാമങ്ങൾ നമ്മൾ കാണുമ്പം ഫ്രം എ സോഷ്യൽ സയൻസ് പെർസ്പെക്റ്റീവിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടതാണ് കഥയുടെ എൻ്റെ ജീവിതത്തിൽ, കഥകൾക്ക് എൻ്റെ ജീവിതത്തിലുള്ള സ്വാധീനം മനസ്സിലാക്കുകയും സമകാലീന ചരിത്രത്തിൽ കഥകളെ മാറ്റി എഴുതാനുള്ള യജ്ഞങ്ങളെ തിരിച്ചറിയുകയും അതിനെ ചെറുക്കേണ്ടടുത്ത് ചെറുക്കുകയും അതിനെ തിരുത്തേണ്ടടുത്ത് തിരുത്തുകയും ചെയ്യുന്നുള്ള വലിയൊരു ഉത്തരവാദിത്വമാണ്. രണ്ടാമത്തെ ഒരു കാര്യം, സത്യത്തെക്കുറിച്ചുള്ള ധാരണകൾ വല്ലാതെ മാറിയിരിക്കുന്നു. ജോർജ് ഓർവെൽ എത്രയോ വർഷങ്ങൾ മുമ്പ് പറഞ്ഞു കഴിഞ്ഞു, ദ വെരി കോൺസെപ്റ്റ് ഓഫ് ഒബ്ജക്റ്റീവ് ട്രൂത്ത് ഈസ് ഫേഡിങ് ഔട്ട് ഓഫ് ദ വേൾഡ്. ലൈസ് വിൽ പാസ് ഇൻ ടു ഹിസ്റ്ററി. സത്യാനന്തര സമൂഹത്തിൽ സത്യം എന്ന് പറഞ്ഞൊരു കാര്യമില്ല. എഗെയിൻ ഞാൻ നിരുപദ്രവകരമായ നമ്മളെ ബാധിക്കാത്തൊരു ഉദാഹരണം എടുക്കാം. ട്രംപ് തൻ്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ അമേരിക്ക കണ്ട ഏറ്റവും വലിയ ക്രൗഡാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നതെന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിച്ചു. ആരും അദ്ദേഹത്തെ ചാലഞ്ച് ചെയ്തില്ല. അവിടെ ഉണ്ടായിരുന്നവർക്കറിയാം, പത്രം വായിക്കുന്നവർക്കറിയാം, വീഡിയോ കണ്ടവർക്കറിയാം, തെറ്റ്. എത്രയോ കൂടുതൽ ആൾക്കാർ, എത്രയോ പല പ്രസിഡൻഷ്യൽ ഇനോഗ്രേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ സത്യമായിട്ട് അംഗീകരിക്കപ്പെടുകയാണ്. വികസനത്തെപ്പറ്റി ഞാൻ നേരത്തെ പറഞ്ഞു. ഇങ്ങനെ നിരന്തരമായിട്ട് കള്ളങ്ങൾ പറയുകയും സത്യം എന്താണെന്ന് തിരിച്ചറിയാം. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ കൂടി വന്നുകൊണ്ട് അവിടെ സത്യം എന്താണ് എന്നുള്ളത്. അപ്പം ആദം ആൻഡ് ഈവ് എന്നുള്ള സ്റ്റോറി ഒരു മിത്താണെന്ന് പറയുമ്പോഴും എന്താണ് സത്യം, എന്താണ് അസത്യം എന്ന് തിരിച്ചറിയാനും സജയ് സാർ അവസാനം സൂചിപ്പിച്ചതുപോലെ ഈ കഥ തരുന്ന അനന്തമായ, ഒരിക്കലും അതിൻ്റെ ഫാസിനേഷൻ തീരാത്ത ആ കഥയിലെ മൂല്യങ്ങളെ തിരിച്ചറിയാൻ നമുക്കാവുമെന്നുള്ളതാണ്. ഈ ബുക്കിൽ ശക്തമായിട്ട് പറയുന്നുണ്ട്, പാരഡൈസ് വാസ് ലോസ് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ട്രൂ. പാരഡൈസ് ഇസ് നോട്ട് ലോസ്, ഇറ്റ് നെവർ എക്സിസ്റ്റഡ്. ഡാർവിൻ ശക്തമായിട്ട് ആർഗ്യൂ ചെയ്യുന്നുണ്ട്. ഈ അത് ഓദർ അത് കൃത്യമായിട്ട് എടുത്തെടുത്ത് പറയുന്നുണ്ട്. ഏദൻ തോട്ടം ഇല്ലായിരുന്നു, പക്ഷേ ഏദൻ തോട്ടം ഉണ്ടായിരുന്നു എന്ന് വാദിക്കാനും ആ ഉണ്ടാവലിന് വേണ്ടി സ്വപ്നം കാണാനും നമ്മൾ പ്രേരിപ്പിക്കുകയാണ്. ഈ ആദം ആൻഡ് ഈവിൻ്റെ കഥയുടെ പരിണാമങ്ങൾ നോക്കിയാൽ എനിക്ക് ഒരു തോന്നുന്നത് വലിയൊരു സന്ദേശം കൊടുക്കുന്നത്, പ്രത്യേകിച്ച് ആ പുസ്തകത്തിൻ്റെ അവസാനത്തെ അപ്പൻഡിക്സിൽ പല ഇൻ്റർപ്രിട്ടേഷൻസ് കൊടുത്തിട്ടുണ്ട്. പലരും ഇൻ്റർപ്രിറ്റ് ചെയ്യുന്നുണ്ട്. ഈ എല്ലാ ഇൻ്റർപ്രിട്ടേഷൻസിനും ഒരു സ്പേസ് ഉണ്ട്, അവിടെ അതിനൊരു ഇടമുണ്ട്. അപ്പോൾ ഈ കഥ തരുന്ന ഒരു വലിയൊരു വ്യാപകമായൊരു ഇടമുണ്ട്, വ്യത്യസ്തമായിട്ട് ചിന്തിക്കാനായിട്ട്, വ്യത്യസ്തമായിട്ട് ഇൻ്റർപ്രിറ്റ് ചെയ്യാനായിട്ട്. ബഹുസ്വരതയോടുള്ള ഒരു ആദരവ് അവിടെ വരുന്നുണ്ട്. നമുക്കിപ്പോൾ ഇപ്പോഴും നമ്മൾ പറയുന്നതാണ് ഇന്ന രീതിയിൽ ഇൻ്റർപ്രിറ്റ് ചെയ്യാവുള്ളൂ, ലിറ്റിലായിട്ട് ഇൻ്റർപ്രിറ്റ് ചെയ്യുന്നുള്ളപ്പോൾ ഈ കഥ വായിക്കുമ്പോൾ നമുക്കറിയാം ഈ കഥയെ വ്യത്യസ്തമായിട്ട് ഇൻ്റർപ്രിറ്റ് ചെയ്യാനുള്ള ഒരു ഫ്രീഡം കൊടുക്കുന്നുണ്ട്. ഈ കഥ അഗെയിൻ ഞാൻ സജയ് സാറിനെ ആവർത്തിക്കുകയാണ്, ഇതിവിടെ നമ്മുടെ ലോകത്തിൽ ഈ ചരിത്രത്തിലില്ലായിരുന്നെങ്കിൽ നമ്മൾ വളരെ പരിമിതരായിപ്പോയേനെ. നമ്മുടെ മനസ്സിൻ്റെ വ്യാപ്തിക്ക്, മൂല്യങ്ങളുടെ വ്യാപ്തിക്ക്, ജീവിതശൈലിയുടെ വാർത്തയ്ക്ക്, പാപത്തെക്കുറിച്ചുള്ള ധാരണകളെപ്പറ്റി, തിന്മയെപ്പറ്റിയുള്ള ധാരണത്തെപ്പറ്റി, ലജ്ജയെപ്പറ്റിയുള്ള ധാരണയെപ്പറ്റി പരിമിതമായേനെ. ഈ പുസ്തകത്തിൻ്റെ അവസാനത്തെ ചാപ്റ്ററിൽ ഒരു എൻ്റെ തർജ്ജമ വളരെ ക്രൂഡാണ്, പക്ഷെ എന്നാലും വളരെ ശക്തമായിട്ട് ആ ബുക്ക് പറയുന്നൊരു കാര്യം ഇതാണ്, ഒട്ടു പലർക്കും ഈ കഥ ഒരു മിത്ത് തന്നെയാണ്. ഒരു ചുരുങ്ങിയ ചരിത്രം, പഴഞ്ചൻ ചിന്തകളിൽ നിന്ന് വിശ്വാസ സംഹിതകളിലേക്കും അക്ഷരാർത്ഥത്തിലുള്ള സത്യത്തിലേക്കും യാഥാർത്ഥ്യത്തിൽ നിന്ന് മൂർത്തതയിലേക്കും അതിൽ നിന്ന് കപടതയിലേക്കും പിന്നീട് ഫിക്ഷനുമായി മാറുന്നു. ജ്ഞാനോദയവും ശാസ്ത്ര പുരോഗതിയും ആദത്തെയും ഹവ്വയെയും ഭാവന ലോകത്തേക്ക് തിരിച്ചയച്ചു. പക്ഷെ അതൊന്നും ഈ കഥയുടെ വശീകരണ ശക്തി ഇല്ലാതാക്കിയിട്ടില്ല. ആ കഥ വിലയില്ലാത്തതുമായിട്ടില്ല. ഈ കഥയില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന് വലിയൊരു കുറവാകും. ആദയും ഹവ്വവും ഒഴിവാക്കാനാവാത്ത ശക്തമായൊരു ആഖ്യാനമാണ്. നിഷ്കളങ്കതയെപ്പറ്റി, പ്രലോഭനത്തെപ്പറ്റി, ധാർമ്മിക തിരഞ്ഞെടുപ്പുകളെപ്പറ്റി, ഒരു ഇഷ്ടതോഴനോ ഇഷ്ടതോഴിയോടോ ഒന്നാകുന്നതിനെപ്പറ്റി, ജോലിയെപ്പറ്റി, ലൈംഗികതയെപ്പറ്റി, മരണത്തെപ്പറ്റി, മനുഷ്യൻ്റെ ഉത്തരവാദിത്വത്തെപ്പറ്റിയും മുറിപ്പെട്ട അവസ്ഥകളെക്കുറിച്ചുള്ള പ്രഖ്യാപനങ്ങളാണ് ഈ കഥ. അറിവിന് വേണ്ടി അധികാരത്തെ നിഷേധിക്കുന്നതും അല്ലെങ്കിൽ ഒരു തെറ്റായ തീരുമാനം എടുക്കാൻ പ്രലോഭിപ്പിക്കുന്നതിനെ പറ്റിയുമുള്ള സന്നിഗ്ധതകളാണ് ഈ കഥ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്.
ഈ കഥ നഷ്ടപ്പെട്ട ഒരു സ്വർഗാനുഭൂതിയിലേക്ക് മടങ്ങി വരാനുള്ള സ്വപ്നം ഇപ്പോഴും തുറന്നു വയ്ക്കുകയാണ്. സാഹിത്യത്തിൻ്റെ തനതായ തീവ്രമായ മാന്ത്രികമായ ജീവൻ്റെ തുടിപ്പ് ഈ കഥയ്ക്കുണ്ട് എന്ന് ആ ഗ്രന്ഥകർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. എനിക്ക് 4 കൊച്ചു ടേക്ക് അവേസ് പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിച്ചോളാം. ഒന്ന്, കഥകളില്ലാത്ത ഒരു മനുഷ്യ ജീവിതം അസാധ്യമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്ന കഥകളും എൻ്റെ കുടുംബത്തിൽ കേൾക്കുന്ന കഥകളും ഒന്ന് കേൾക്കാനും എന്തൊക്കെ കഥകൾ പറയാൻ എനിക്ക് ഇടമുണ്ടോ എന്ന് ചോദിക്കാനുള്ളൊരവസരമാക്കി ഇതിനെ മാറ്റണം. എൻ്റെ വീട്ടിൽ കഥകൾ പറയാൻ ഇടമുണ്ടോ, സംസാരിക്കാൻ ഇടമുണ്ടോ, എന്ത് കഥകളാണ് ഞാൻ പറയുന്നതെന്നുള്ളത്. കാരണം കഥകളില്ലാത്ത ഒരു മനുഷ്യ ജീവിതം അസാധ്യമാണ്. 2, കഥകളെ പുനർനിർമ്മിക്കുന്ന പുനരാഖ്യാനം ചെയ്യുന്ന ഒരു പ്രക്രിയ ഇന്ന് നടക്കുന്നുണ്ട്. പല കഥകളെയും തിരുത്തി പറയുന്ന, പല പേരുകളും തിരുത്തുന്ന ഒരു ചരിത്രം ഇവിടെ നടക്കുന്നുണ്ട്. അത് തിരിച്ചറിയാനാവണം നമുക്ക്. കേൾക്കുന്ന കഥകളെ വിമർശനാത്മകമായി അപഗ്രഥിക്കാനാവണം. കഥകൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം. ചിലരെങ്കിലും വായിച്ചു കാണും. ഇന്നലെ 2 ദിവസം മുൻപ് 10-ാം തീയതി ടൈംസ് ഓഫ് ഇന്ത്യയിൽ രഘുറാം രാജൻ്റെ ഒരു ലേഖനം ഉണ്ടായിരുന്നു. അദ്ദേഹം പറയാണ്, എനി സസ്റ്റൈനബിൾ ഗ്രോത്ത് പാത്ത് വിൽ റിക്വയർ സോഷ്യൽ കാം. ഇന്ത്യയിൽ ഇന്ന് എനി സസ്റ്റൈനബിൾ ഗ്രോത്ത് ഇന്ത്യയിലല്ല, ലോകത്തെമ്പാടും വിൽ റിക്വയർ സോഷ്യൽ കാം. എനി പാർട്ടി ദാറ്റ് എക്സ്പ്ലിസിറ്റ്ലി ഡീമനൈസസ് എ ലാർജ് ഗ്രൂപ്പ് ഓഫ് സിറ്റിസൺസ് ensures will neither have growth nor national security. ശക്തമായൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഇവിടെ പറയുന്ന കഥകൾ രമ്യത സൃഷ്ടിക്കുന്നതാണോ, സൗഹാർദ്ദം സൃഷ്ടിക്കുന്നതാണോ, വെറുപ്പുകൾ സൃഷ്ടിക്കുന്നതാണോ എന്ന് തിരിച്ചറിയാൻ പറ്റണം. ഞാൻ പറയുന്ന കഥകൾ, ഞാൻ ഫോർവേഡ് ചെയ്യുന്ന കഥകൾ വെറുപ്പിനെ സൃഷ്ടിക്കുകയാണോ സ്നേഹം സൃഷ്ടിക്കുകയാണോ എന്ന് തിരിച്ചറിയണം. എൻ്റെ കഥകൾ ബഹുസ്വരതയോടെ ഒരു ആദരവ് സൃഷ്ടിക്കുന്നുണ്ടോ നമ്മൾ സ്വയം ചോദിക്കണം. ഏറ്റവും അവസാനമായിട്ട് ഈ ഗ്രന്ഥകർത്താവ് ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്, ഷെയർഡ് ഹ്യൂമാനിറ്റി. ആ ഷെയർഡ് ഹ്യൂമാനിറ്റി, നമ്മുടെ മാനവികതയോട് അതിനോടുള്ള ഒരു വലിയൊരു ആദരവ്, മാനവികത അവസാനമായിട്ട് നമുക്കുണ്ടാവണം. അപ്പോൾ ഈ 4 കൊച്ചു ടേക്ക് അവേസ് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. കഥകളില്ലാത്തൊരു ജീവിതം അസാധ്യമാണെന്ന് തിരിച്ചറിയുക. അതുകൊണ്ട് തന്നെ നമ്മൾ പറയുകയും കേൾക്കുകയും ചെയ്യുന്ന കഥകൾ എന്താണെന്ന് തിരിച്ചറിയുക. കഥകളെ പുനരാഖ്യാനം ചെയ്യുന്ന ആ ഒരു പ്രക്രിയ തിരിച്ചറിയുകയും അതിനെ വിമർശനാത്മകമായിട്ട് നേരിടുകയും ചെയ്യുക. കഥകൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക. അതിൽ നിന്ന് വരുന്ന ഒരു ബഹുസ്വരതയോടുള്ള ഒരു ആദരവ് സൃഷ്ടിക്കുക. അവസാനമായിട്ട് മാനവികതയാകട്ടെ നമ്മുടെ ഉരകല്ല്. ഗാന്ധിജിയുടെ ടാലിസ്മൻ പങ്കുവെച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്. മാനവികതയ്ക്ക് ഇതിലും ആഴപ്പെട്ട ഒരു നിർവചനമില്ലല്ലോ. അദ്ദേഹം പറയുന്ന ടാലിസ്മൻ, ഞാൻ നിങ്ങൾക്കൊരു രക്ഷാകവചം അല്ലെ മഹാമന്ത്രം നൽകാം. സന്നിഗ്ധാവസ്ഥയിലോ അഹംഭാവം നിങ്ങളിൽ വർദ്ധിച്ച അളവിലോ ആണെങ്കിൽ ഇത് നിങ്ങൾ പരീക്ഷിച്ചു നോക്കുക. നിങ്ങൾ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ദരിദ്രനും ദുർബലനുമായ വ്യക്തിയുടെ മുഖം ഓർമ്മിക്കുക. എന്നിട്ട് സ്വയം ഈ ചോദ്യം ഉന്നയിക്കുക, ഞാൻ ചിന്തിക്കുന്ന ഈ സംരംഭം കൊണ്ട് ആ വ്യക്തിക്ക് എന്തെങ്കിലും ഗുണം ലഭിക്കുമോ? അതുകൊണ്ട് എന്ത് നേട്ടമാണ് ആ വ്യക്തിക്കുണ്ടാവുക? തൻ്റെ ജീവിതവും ഭാഗതയും നിയന്ത്രിക്കുന്ന അവകാശം അവനോ അവൾക്കോ വീണ്ടു കിട്ടുമോ? മറ്റു വാക്കുകളിൽ, ദശലക്ഷക്കണക്കിനുള്ള പട്ടിണി പാവങ്ങൾക്കും ആത്മീയ ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്കും അത് സ്വാതന്ത്ര്യം നൽകുമോ? അപ്പോൾ നിങ്ങളുടെ സംശയവും അഹന്തയും ഉരുകി പോകുന്നതായി കാണാനാവും. പ്രിയപ്പെട്ടവരെ, നമുക്ക് കഥകൾ പറഞ്ഞുകൊണ്ടേയിരിക്കാം, കഥകൾ കേട്ടുകൊണ്ടേയിരിക്കാം. ഒപ്പം മാനവികതയുടെ ഉരുവുകല്ലിൽ നമ്മുടെ കഥകളെ വിലയിരുത്താം. നന്ദി, നമസ്കാരം.